വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ സുന്ദരിക്കുട്ടിയെ കണ്ടോ? ഇതിൻ്റെ പേരാണ് ബ്രൺഫെൽഷ്യ. പേര് കേട്ടാരും പേടിക്കണ്ട, ആ പേരിനേക്കാളേറെ സുന്ദരമാണ് ഈ പൂക്കളുടെ ഭംഗിയും അതിൻ്റെ സൗരഭ്യവും മണവും. ഇതിൻ്റെ മണത്തെക്കുറിച്ച് പറഞ്ഞൊന്നും അറിയിക്കാൻ എനിക്ക് പറ്റത്തില്ല. അത്ര നല്ലൊരു പെർഫ്യൂം. അത് എന്തിനോട് ഉപമിക്കണമെന്ന് ചോദിച്ചാലും അതും അറിയില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഈ പൂവ് വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിൻ്റെ കളർ ഈ പെർപ്പിൾ കളറായിരിക്കും. അത് പിന്നീട് ഈ പെർപ്പിൾ കളറ് ഫെയ്ഡ് ചെയ്ത്, കണ്ടോ, ഇത് ഫെയ്ഡ് ചെയ്ത് ഏതാണ്ട് വൈറ്റായി മാറുന്ന സ്റ്റേജാണിത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആരംഭം, ഈ പെർപ്പിൾ കളറ്. അതിനുശേഷം ഇതത് ഫെയ്ഡ് ചെയ്ത് വരുന്നതാണ്. ഇങ്ങനെ ഈ ചെടി നിറച്ച് പൂത്തുലഞ്ഞ് നിൽക്കും. ഈ ഒരു കുഞ്ഞു ചെടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാവരും ഇത് പോയി നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കും. എന്നാൽ എനിക്കിതൊരു നല്ല ചെടി ഉണ്ടായിരുന്നതാണ്. അത് വീടിൻ്റെ മതിൽ കെട്ടിയ സമയത്ത് ഞാൻ കോളേജിൽ പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പം ഈ മതിൽ കെട്ടുന്നവർക്ക് ഈ ചെടിയുടെ സ്നേഹവും ഒന്നുമില്ലല്ലോ, അവരത് വെട്ടിപ്പറിച്ച് കളഞ്ഞു. ആ സങ്കടത്തിലിരുന്നപ്പോൾ ഞാൻ വീണ്ടും കമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും പിന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും കമ്പെടുത്തുകൊണ്ട് വന്ന് ഒരു പ്രത്യേക രീതിയിൽ കുത്തി തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് വാങ്ങിച്ച് നട്ടതേ അല്ല. ഇപ്പോൾ 1 വർഷമായുള്ളൂ ഇവൾ പുഷ്പിണിയായി. ഇവരൊക്കെ നമ്മൾ ശുശ്രൂഷിക്കുന്നതനുസരിച്ച് നമ്മളോട് സ്നേഹത്തോടെ അവരുടെ പൂക്കളെ നമുക്ക് നൽകും. കണ്ടോ, ഇതിലാണെങ്കിൽ എല്ലാ തരവും ഉണ്ട്. ഇന്ന് വിരിഞ്ഞ പൂവ് പർപ്പിൾ കളറുണ്ട്, പഴയത് ഓൾമോസ്റ്റ് അവരുടെ സൗന്ദര്യമൊക്കെ കഴിഞ്ഞു വാടി വീഴാറായി. അപ്പോൾ ഈ അറ്റത്ത് വേറെ ഒരെണ്ണം സുന്ദരിയായിട്ട് വരുന്നു. ഈ ബഞ്ചിലാണെങ്കിൽ മുഴുവൻ ഇന്നുണ്ടായ പൂക്കൾ. ഇവിടെ ഇത് ഇന്നുണ്ടായ പൂവ്. അപ്പോൾ ഈ പൂക്കൾ ഏതാണ്ട് ഒരാഴ്ച കാലത്തിൽ കൂടുതൽ നിൽക്കും ഇതിൻ്റെ പൂവുണ്ടായാൽ. അപ്പോൾ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ കളർ കോമ്പിനേഷനാണ്. പർപ്പിൾ ആൻഡ് ലൈറ്റ് പർപ്പിൾ ആൻഡ് വൈറ്റ് ക്രീം, ഇങ്ങനെ ഈ കളറിലാണിത് ഉണ്ടായി നിൽക്കുന്നത്. ഇതേ പ്ലാന്റിന് തന്നെ യെല്ലോ കളറിലും ഉണ്ട്. അതിൻ്റെ പേര് ബ്രൺഫെൽഷ്യ എന്ന് തന്നെയാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ അത് ചെയ്തിരുന്നു. അപ്പോൾ ആ ചെടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനിയൊരു വീഡിയോയിൽ പറഞ്ഞു തരാം.